അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ശ്രോതാക്കളെ, പ്രമേയവുമായി ബന്ധപ്പെട്ട് നമ്മളിൽ പലർക്കും വന്ന ഒരു സന്ദേശം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. സൈബർ സുരക്ഷിതരായിരിക്കൂ. ബോട്ട്നെറ്റ് ഇൻഫെക്ഷൻസിൽ നിന്നും മാൽവെയറുകളിൽ നിന്നും നിങ്ങളുടെ ഉപകരണത്തെ സംരക്ഷിക്കൂ. സഹായങ്ങൾക്കായി 1930 എന്ന നമ്പറിൽ ബന്ധപ്പെടൂ. സൈബർ കുറ്റങ്ങൾ ബോധവൽക്കരണം അനിവാര്യം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നാഥൻ ഉദവി നൽകട്ടെ. ആമീൻ. കഴിഞ്ഞ 3 വർഷത്തിൽ നിന്ന് കേരളത്തിൽ സൈബർ കുറ്റവാളികൾ നടത്തിയ കൂട്ടക്കൊള്ള 10 ബില്യൺ രൂപ കവിഞ്ഞതായി പോലീസിൻ്റെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുകയുണ്ടായി. 2025 ഫെബ്രുവരി 12 ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് പുറത്തുവിട്ട റിപ്പോർട്ടാണിത്. 2022 സൈബർ തട്ടിപ്പിൽ മലയാളിക്ക് നഷ്ടമായത് 42 കോടി രൂപയായിരുന്നപ്പോൾ അതേസമയം 2023 അത് 210 കോടി രൂപയായി ഉയരുകയാണ് ചെയ്തത്. കഴിഞ്ഞ വർഷം, അതായത് 2024 അത് 763 കോടി രൂപയും അശ്രദ്ധ മൂലമോ അല്ലെങ്കിൽ കുറ്റവാളികളുടെ മിടുക്കുകൊണ്ടോ മലയാളികളുടെ പോക്കറ്റിൽ നിന്നും നഷ്ടമായി. സമീപകാലത്ത് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പദമാണ് സൈബർ കുറ്റകൃത്യം എന്നത്. അതിനെ പ്രത്യേകം വിശദീകരിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കമ്പ്യൂട്ടർ ശൃംഖലയുമായി ബന്ധിപ്പിച്ചുള്ള കുറ്റകൃത്യം എന്ന് നമുക്ക് എളുപ്പത്തിൽ പറയാമെങ്കിലും അത് വരുത്തിത്തീർക്കുന്ന അപകടങ്ങൾ വലിയ വലിയ നാശങ്ങൾക്ക് ഹേതുവാകുന്നുണ്ട്. പരമ്പരാഗത സ്വഭാവമുള്ള വഞ്ചന, അതായത് മോഷണം തുടങ്ങിയ പരമ്പരാഗത രീതിയിൽ നമ്മുടെ നാട്ടിൻ പുറത്ത് കാണുന്ന കുറ്റകൃത്യങ്ങൾ തന്നെ കമ്പ്യൂട്ടർ ശൃംഖലയുമായോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറുമായോ ബന്ധിപ്പിച്ച് നടക്കുമ്പോഴാണ് അവയെ ഇപ്രകാരം വിളിക്കുന്നത്. സൈബർ ഇടങ്ങളിൽ സാങ്കേതിക പരിഷ്കരണത്തിൻ്റെ അതിപ്രസരം നമുക്ക് വ്യക്തമായി നിഴലിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്ന മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ആ ക്യാമറ തുടങ്ങിയ ഇലക്ട്രോണിക് ഉപകരണങ്ങളുമെല്ലാം കമ്പ്യൂട്ടർ ശൃംഖലയുടെ പരിധിയിൽപ്പെടുന്നതാണ്. അതിനെക്കുറിച്ചുള്ള അവബോധം നമ്മളിൽ തീരെ ഇല്ലാതെയായിരിക്കുന്നു എന്നത് നമ്മൾ തീരെ ശ്രദ്ധിക്കുന്നില്ല. ഇമെയിൽ സ്പൂഫിംഗ്, ഫിഷിംഗ്, സൈബർ സ്റ്റോക്കിംഗ്, ബുള്ളിയിങ്, അറ്റാക്കിംഗ്, ഹാക്കിംഗ് തുടങ്ങിയവയെക്കുറിച്ച് നമുക്ക് എന്തറിയാം? ഇതിൽ പലതും ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ നിങ്ങൾ കേൾക്കുകയാകും. ഈ കുറ്റകൃത്യങ്ങളെല്ലാം എന്താണെന്നും അതിൻ്റെ കെണിവലകളിൽ നാമും നമ്മുടെ ബന്ധപ്പെട്ടവരും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നും അന്വേഷിക്കേണ്ട ചുമതല നമുക്കുണ്ട്. 2019 രാജ്യത്തൊട്ടാകെ ലഭിച്ച ഇത്തരം പരാതികളുടെ എണ്ണം 26,049 ആണെങ്കിൽ തൊട്ടടുത്ത വർഷം വലിയ കുതിച്ചാട്ടമാണ് സംഭവിച്ചത്. 2,57,777 പരാതികൾ. പിന്നീടുള്ള വർഷങ്ങളിൽ ക്രമാനുഗതമായ വർധനവുണ്ടായി. 2021 4,52,414 പരാതികളും 2022 9,66,790 പരാതികളും 2023 15,56,218 എന്നിങ്ങനെയാണ് പരാതികളുടെ കണക്ക്. സൈബർ കുറ്റകൃത്യങ്ങളുടെ എത്ര ഇരകളാണ് ആത്മഹത്യയിൽ അഭയം പ്രാപിച്ചിട്ടുള്ളത്? നമ്മുടെ കേരളത്തിലെ കണക്കുകൾ തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം തന്നെ ഒരു 19 വയസ്സുകാരി സൈബർ ബുള്ളിയിങ് കാരണം ആത്മഹത്യക്ക് ഇരയായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, സൈബർ കുറ്റങ്ങൾ തടയുന്നതിന് വേണ്ടിയുള്ള ആലോചനകൾ നമ്മളിലുണ്ടാവണം. വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും സൈബർ ഇടങ്ങളിൽ സംരക്ഷണം അനിവാര്യമാണ്. 2000 ഇന്ത്യ ഗവൺമെൻറ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പാസാക്കി. 2008 ഇന്ത്യൻ സൈബർ ആക്ട് ഭേദഗതി ചെയ്യപ്പെട്ടു. സൈബർ നിയമങ്ങൾ കൃത്യമായി പാലിക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചു. എന്നാൽ ഇപ്പോഴും നമ്മുടെ സൈബർ സുരക്ഷ ചോദ്യം മുനയിലാണ്. അതിനു കാരണം നമ്മൾ തന്നെയാണ്. നമ്മൾ നിത്യജീവിതത്തിൽ കരുതുന്ന സൂക്ഷ്മതയും ജാഗ്രതയും സൈബർ ഇടങ്ങളിൽ പെരുമാറുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറില്ല എന്നുള്ളതും സൈബർ കുറ്റവാളികൾക്ക് വലിയൊരു മുൻതൂക്കമാണ്. പിന്നെ നമ്മുടെ സമൂഹത്തിൽ നല്ലൊരു ശതമാനത്തിനും സൈബർ സാക്ഷരത കുറവാണ് എന്നുള്ളതും സൈബർ കുറ്റവാളികൾക്ക് അനുകൂല ഘടകങ്ങളിലൊന്നാണ്. പിന്നീട് നാം പണവും മാനവും അടിയറവ് വെക്കേണ്ടി വരുന്ന അവസ്ഥ വരുന്നു. ഈ ഘട്ടത്തിൽ സൈബർ ബോധവൽക്കരണം നാം അനിവാര്യതയായി കാണണം. ആമുഖത്തിൽ വായിച്ച സന്ദേശം ടെലികോം ഓപ്പറേറ്റർമാരുടെ ജാഗ്രതാ നിർദ്ദേശമാണ്. സഞ്ചാർ സാധി എന്ന മൊബൈൽ ആപ്ലിക്കേഷനും ജില്ലകൾ തോറും പ്രവർത്തിക്കുന്ന സൈബർ സെല്ലും സജീവമായി പ്രതിരോധ രംഗത്തുണ്ട് എന്നതും ഏറെ പ്രതീക്ഷ നൽകുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷനുകളിലെ അനൗൺസ്മെന്റ് ഏറെ പ്രചാരം നേടിയിരുന്നു.
തട്ടിപ്പ് കോളുകൾക്ക് ഇരയായവർ 1930 എന്ന നമ്പറിൽ വിളിച്ച് ഉടൻ തന്നെ പരാതി രജിസ്റ്റർ ചെയ്യണം. പൊതുജനങ്ങളുടെയും എൻഫോഴ്സ്മെന്റ് ഏജൻസികളുടെയും ഏകോപിത ശ്രമത്തിലൂടെ മാത്രമേ ശാരീരിക, സാമ്പത്തിക, മാനസിക സൈബർ അക്രമങ്ങളിൽ നിന്നും നമുക്ക് മുക്തമാകാൻ കഴിയൂ. സാങ്കേതിക പരിജ്ഞാനവും യോഗ്യതയും അന്വേഷണ വൈദഗ്ധ്യമുള്ള വിദ്യാർത്ഥികളും ഈ ചെറുത്തുനിൽപ്പിന്റെ ഭാഗമാവേണ്ടതുണ്ട്. ഈ ഒരു ലക്ഷ്യത്തിലാണ് സാഹിത്യോത്സവ് ഈ പ്രമേയം ചർച്ച ചെയ്യുന്നത്. കരുതിയിരിക്കുക, വിവേകപൂർണമായ ഇടപെടലുകൾ നിലനിർത്തേണ്ട കാലമാണ്. ചെറിയ അശ്രദ്ധ പോലും വലിയ അപകടങ്ങൾ വിളിച്ചു വരുത്തും. സമയക്കുറവ് മൂലവും പരിപാടിയുടെ നല്ല നടത്തിപ്പിനും വേണ്ടി വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഏവർക്കും വിജയാശംസകൾ നേരുന്നു. അസ്സലാമു അലൈക്കും. ആയുധം കാട്ടി ആരെ പേടിപ്പിക്കാനാണ്? അണച്ചുകൂട്ടി സ്നേഹവാക്യങ്ങൾ കൊണ്ട്